ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AAC2 BA ഹിന്ദിയെ പറ്റിയാണ്. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി BA ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AAC2 ഹിന്ദി സിലബസിലെ സംവിധാൻ എന്ന ഭാഗത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സംവിധാൻ എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് അർത്ഥം. നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളായ ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. इस खंड में उल्लिखित पाठ का उद्देश्य विद्यार्थियों को हिंदी भाषा की विविध प्रयोगों से अवगत कराना है. औपचारिक एवं अनौपचारिक वातावरण या कार्यस्थलों में किस तरह भाषा प्रयोग में परिवर्तन होता है, इसका उदाहरण यहाँ प्रस्तुत किया गया है. अध्यापकों से यह अनुरोध है कि वे विद्यार्थियों को पाठ्य पुस्तक में निर्देशित यूट्यूब वीडियो से संबंधित विषय वस्तु की भूमिका एवं अन्य जानकारियां प्रदान करें. उसके बाद വീഡിയോ ദിക്കായി യാ ദേഖ്നെ लिए പ്രേരിത് കരെ. അതായത് ഈ മൊഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന പാഠത്തിന്റെ ഉദ്ദേശം വിദ്യാർത്ഥികളെ ഹിന്ദി ഭാഷയുടെ വിവിധ ഉപയോഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നതാണ്. ഔദ്യോഗികവും അനൌദ്യോഗികവുമായ അന്തരീക്ഷത്തിലോ ജോലി സ്ഥലങ്ങളിലോ എങ്ങനെയാണ് ഭാഷാ പ്രയോഗം മാറുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പശ്ചാത്തലവും മറ്റു വിവരങ്ങളും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം വീഡിയോ കാണുകയോ കാണാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യണം. वीडियो देखने के बाद कक्षा में प्रस्तुत विषय पर चर्चा या वाद विवाद करने का मौका प्रदान करें. साथ ही विद्यार्थियों से शब्दकोश तैयार करने का निर्देश दें. इसमें विद्यार्थी उन सभी शब्दों को लिखता है जिससे वह परिचित है और नहीं भी. शब्दों के चयन के बाद उन शब्दों का हिंदी, अंग्रेजी और मातृभाषा में प्राप्त अर्थ और समानार्थी शब्दों को लिखने के लिए प्रेरित करें. അതായത് വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനോ സംവാദം നടത്താനോ ഉള്ള അവസരം നൽകുന്നു. കൂടാതെ വിദ്യാർത്ഥികളോട് ഒരു ശബ്ദകോശം തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു. തങ്ങൾക്ക് പരിചിതമായതും അല്ലാത്തതുമായ എല്ലാ വാക്കുകളും വിദ്യാർത്ഥികൾ ഇതിൽ എഴുതണം. വാക്കുകൾ തിരഞ്ഞെടുത്ത ശേഷം ആ വാക്കുകൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മാതൃഭാഷ എന്നിവയിലുള്ള അർത്ഥങ്ങളും സമാന പദങ്ങളും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സംഘ് കി രാജ്ഭാഷ എന്നതാണ് ചാപ്റ്ററിന്റെ പേര്. സംഘ് കി രാജ്ഭാഷ എന്നാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ എന്നതാണ്. അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ രാജ്ഭാഷ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഭാഷ എന്നാണ് അർത്ഥം. സംവിധാൻ ഭാഗ് 7. संविधान द मेकिंग ऑफ द कॉन्स्टिट्यूशन ऑफ इंडिया श्याम बेनेगल द्वारा निर्देशित भारत के संविधान के निर्माण पर आधारित एक 10 भाग की टेलीविजन मिनी श्रृंखला है. इस शो का प्रीमियर 2 मार्च 2014 को राज्यसभा टीवी पर हुआ, जिसमें हर रविवार सुबह एक एपिसोड प्रसारित होने वाला था. श्रृंखला को राज्यसभा टीवी के चैनल पर यूट्यूब पर देखा जा सकता है. അതായത് സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ശ്യാം ബെനേഗൽ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെ അടിസ്ഥാനമാക്കിയുള്ള 10 ഭാഗങ്ങളായിട്ടുള്ള ടെലിവിഷൻ മിനി സീരീസ് ആണ്. ഈ ഷോയുടെ പ്രീമിയർ 2014 മാർച്ച് 2 രാജ്യസഭ ടിവിയിൽ സംപ്രേഷണം ചെയ്തു. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഓരോ എപ്പിസോഡ് വീതം സംപ്രേഷണം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ പരമ്പര രാജ്യസഭ ടിവിയുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സീരീസിന്റെ ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. भारत का संविधान भारत का सर्वोच्च विधान है जो संविधान सभा द्वारा 26 नवंबर 1949 को पारित हुआ था तथा 26 जनवरी 1950 से प्रभावी हुआ. 26 नवंबर को भारत के संविधान दिवस के रूप में घोषित किया गया है, जबकि 26 जनवरी का दिन ഭാരത് में ഗണതന്ത്ര ദിവസ് के रूप में मनाया जाता है. അതായത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമമാണ്. ഇത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കുകയും 1950 ജനുവരി 26 മുതൽ നിലവിൽ വരികയും ചെയ്തു. നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായും ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായുമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. भारत के संविधान का मूल आधार भारत सरकार अधिनियम 1935 को माना जाता है. भारत का संविधान विश्व के किसी भी लोकतांत्रिक देश का सबसे लंबा लिखित संविधान है.
അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന അടിസ്ഥാനമായി കണക്കാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏത് ജനാധിപത്യ രാജ്യത്തെയും അപേക്ഷിച്ച് ഏറ്റവും നീളമേറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. भारतीय संविधान सभा के लिए जुलाई 1946 में निर्वाचन हुई थी और इसकी पहली बैठक दिसंबर 1946 को हुई थी. इसके तत्काल बाद देश और संविधान सभा दो भागों भारत और पाकिस्तान में बांट गई थी. भारतीय संविधान लिखने वाली सभा में 299 सदस्य थे, जिसके अध्यक्ष डॉक्टर राजेंद्र प्रसाद थे. इसे पूर्ण रूप से तैयार करने में 2 वर्ष 11 माह और 18 दिन का समय लगा था. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 1946 ജൂലൈയിലാണ് നടക്കുന്നത്. അതിന്റെ ആദ്യ യോഗം 1946 ഡിസംബറിൽ ചേർന്നു. തൊട്ടു പിന്നാലെ രാജ്യവും ഭരണഘടനാ സഭയും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന എഴുതിയ സഭയിൽ 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇത് പൂർണ്ണമായും 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. वर्तमान समय में भी संविधान में केवल 470 अनुच्छेद तथा 12 अनुसूचियां है और ये 25 भागों में विभाजित है. इसके निर्माण के समय मूल संविधान में 395 अनुच्छेद थे, जो 22 भागों में विभाजित थे और इसमें केवल 8 अनुसूचियां थी. അതായത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും ആണ് ഉള്ളത്. അവ 25 ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഭരണഘടന നിർമ്മിച്ച സമയത്ത് യഥാർത്ഥ ഭരണഘടനയിൽ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. അവ 22 ഭാഗങ്ങളായി തിരിച്ചിരുന്നതോടൊപ്പം 8 പട്ടികകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. संविधान सभा के सदस्य भारत के राज्यों की सभाओं से निर्वाचित सदस्यों के द्वारा चुने गए थे. जवाहरलाल नेहरू, डॉक्टर राजेंद्र प्रसाद, सरदार वल्लभ भाई पटेल, श्याम प्रसाद मुखर्जी, अबुल कलाम आजाद आदि इस सभा के प्रमुख सदस्य थे. अनुसूचित वर्ग से 3 से अधिक सदस्य इस सभा में शामिल थे. അതായത് ഇന്ത്യയിൽ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വഴിയാണ് ഭരണഘടനാ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാം പ്രസാദ് മുഖർജി, അബുൽ കലാം ആസാദ് തുടങ്ങിയവർ ഈ സഭയിലെ പ്രമുഖ അംഗങ്ങളായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 3-ൽ കൂടുതൽ അംഗങ്ങൾ ഈ സഭയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. सच्चिदानंद सिन्हा इस सभा के प्रथम सभापति नियुक्त किए गए थे, किंतु उनके मृत्यु हो जाने के बाद डॉक्टर राजेंद्र प्रसाद को सभापति निर्वाचित किया गया. डॉक्टर भीमराव अंबेडकर को संविधान निर्माण करने वाली समिति का अध्यक्ष चुना गया था. संविधान सभा ने 2 वर्ष 11 माह 18 दिन में कुल 166 दिन बैठक की. सभा की बैठकों में प्रेस और जनता को भी स्वतंत्रता से भाग लेने की छूट प्राप्त थी. അതായത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഈ സഭയുടെ ആദ്യ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ BR അംബേദ്കറിനെയാണ് തിരഞ്ഞെടുത്തത്. 2 വർഷവും 11 മാസവും 18 ദിവസത്തിനുള്ളിൽ ആകെ 166 ദിവസങ്ങൾ യോഗം ചേർന്നു അവർ. സഭയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രസിനും പൊതുജനങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. अगस्त 1947 में संविधान का मसौदा तैयार करने की जिम्मेदारी के साथ गठित यह सबसे महत्वपूर्ण समिति, इसके 7 सदस्य थे. इसके अध्यक्ष डॉक्टर BR अम्बेडकर थे. मसौदा समिति के शीर्ष सदस्य KM मुंशी, गोपाल स्वामी अयंगार, अलादी कृष्ण स्वामी अय्यर, सैयद मोहम्मद सादुल्ला, N माधवराव, BL मित्तर के स्थान पर और श्री TT കൃഷ്ണമാചാരി TP ഖേതാൻ के स्थान पर थे. 1947 ഓഗസ്റ്റിൽ ഭരണഘടനയുടെ കരട് അതായത് ഡ്രാഫ്റ്റ് തയ്യാറാക്കാനുള്ള ചുമതലയോടുകൂടി രൂപീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമിതിയിൽ അതായത് മസൗദ സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. KM മുൻഷി, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, BL മിത്തറിന് പകരം വന്നതാണ്, TT കൃഷ്ണമാചാരി,
DP ഖേത്താന് പകരം വന്നവരായിരുന്നു. എന്നിവരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങൾ. अक्टूबर 1947 में दूसरे मसौदे के बाद फरवरी 1948 में भारत के संविधान का पहला मसौदा प्रस्तुत किया गया। अंतिम मसौदा 4 नवंबर 1948 को सदन में पेश किया गया था। संविधान सभा द्वारा 26 नवंबर 1949 को मसौदा प्रस्ताव पारित किया गया था। इस प्रकार 26 जनवरी 1949 को लघु नागरिकता चुनाव, अंतिम संसद आदि से संबंधित कुछ प्रावधानों को छोड़कर संविधान 26 जनवരി 1950 को लागू. അതായത് 1947 ഒക്ടോബറിലെ രണ്ടാമത്തെ ഡ്രാഫ്റ്റിന് ശേഷം 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. 1948 നവംബർ 4 സഭയിൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. ഭരണഘടനാ സഭ 1949 നവംബർ 26 കരട് പ്രമേയം, അതായത് ഈ ഡ്രാഫ്റ്റിന്റെ പ്രമേയം പാസാക്കി. അങ്ങനെ 1949 ജനുവരി 26 താൽക്കാലിക പൗരത്വം, തിരഞ്ഞെടുപ്പ്, അന്തിമ പാർലമെന്റ് തുടങ്ങിയ ചില വ്യവസ്ഥകൾ ഒഴികെയുള്ള ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇനി ഭാരത് കെ സംവിധാൻ രാജ്ഭാഷ സെ സംബന്ധിत ഭാഗ് 17, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഔദ്യോഗിക ഭാഷ, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള 17ാം ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. ആ ടേബിൾ അതിനെ പറ്റിയാണ് പറയുന്നത്. अनुच्छेद 120 में संसद में प्रयोग की जाने वाली भाषा, 210 में विधानमंडल में प्रयोग की जाने वाली भाषा और 343 में संघ की राजभाषा, 344 में राजभाषा के संबंध में आयोग और संसद की समिति. ഇതാണ് അധ്യായ സാംഘികി ഭാഷ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. 120ാമത്തെ അനുച്ഛേദ് പറയുന്നത് പാർലമെന്റിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റിയാണ്. 210 നിയമസഭയിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റിയാണ്. 343 യൂണിയന്റെ ഔദ്യോഗിക ഭാഷയെ പറ്റിയാണ്. 344 ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളെ പറ്റിയും പാർലമെന്ററി കമ്മിറ്റിയെ പറ്റിയുമാണ് പറയുന്നത്. ഇനി അധ്യായതവും പ്രാദേശിക് ഭാഷയും, അതായത് പ്രാദേശിക ഭാഷകളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതിൽ 345 345 राज्य की राजभाषा या राजभाषाई, 346 एक राज्य और दूसरे राज्य के बीच या किसी राज्य और संघ के बीच पत्र आदि की राजभाषा, 347 किसी राज्य की जनसंख्या के किसी भाग द्वारा बोली जाने वाली भाषा के संबंध में विशेष उपबंध. അതായത് രണ്ടാമത്തെ അധ്യായം പ്രാദേശിക ഭാഷകളെ പറ്റിയാണ്. 345 സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ. 346 ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിലോ ഒരു സംസ്ഥാനവും യൂണിയനും തമ്മിലോ ആശയവിനിമയം നടത്താനുള്ള ഔദ്യോഗിക ഭാഷയെ പറ്റി. 347 ഒരു സംസ്ഥാനത്തെ ജനവിഭാഗം സംസാരിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകളെ പറ്റിയാണ്. ഇനി അധ്യായത്തിൽ ഉച്ചതം ന്യായാലയ, उच्च न्यायालय आदि की भाषा. അവിടെ अनुच्छेद 348 में उच्चतम न्यायालय और उच्च न्यायालय में और अधिनियमों, विधेयकों आदि के लिए प्रयोग की जाने वाली भाषा. 1949 में भाषा से संबंधित कुछ विधियां अधिनियमित करने के लिए विशेष प्रक्रिया. അതായത് മൂന്നാമത്തെ അധ്യായം സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടെ ഭാഷയെ പറ്റിയാണ്. 348 സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിയമങ്ങളിലും ബില്ലുകളിലും മറ്റും ഉപയോഗിക്കേണ്ട ഭാഷയെ പറ്റി പറയുന്നു. 349 ഭാഷയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക നടപടിക്രമങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇനി അധ്യായ 4 विशेष निर्देश. अनुच्छेद 350 में व्यथा के निवारण के लिए अभ्यावेदन में प्रयोग की जाने वाली भाषा और 391 में हिंदी भाषा के विकास के लिए निर्देश. നാലാമത്തെ അധ്യായം പ്രത്യേക നിർദ്ദേശങ്ങളാണ്. 350 പരാതികൾ പരിഹരിക്കുന്നതിനുള്ള അപേക്ഷകളിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റിയും 351 ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. സ്വതന്ത്രതാ പ്രാപ്തി के बाद भारतीय संविधान निर्माताओं के सामने सबसे बड़ी कठिनाई थी इस देश की राजभाषा का फैसला लेना. भाषा को लेकर भारत जैसे देश में निर्णय लेना बहुत ही संकीर्ण मामला है. राजभाषा निर्णय की प्रक्रिया को जानना वर्तमान संदर्भ में बहुत महत्व रखती है.
അതായത് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കൾക്ക് വലിയൊരു വെല്ലുവിളി. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഭാഷയെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് തീരുമാന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മളുടെ അവസാന സ്ലൈഡാണ്. പ്രസ്തുത് കാര്യക്രം കോ ദേഖ്നെ കെ ബാദ് നിമ്നലിഖിത് സവാലോം യാ മുദ്ദോം പർ സംവാദ് ജറൂരി ഹെ. അതായത് ഈ പരിപാടി നമ്മളുടെ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ, അത് കണ്ടതിന് ശേഷം ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചോ വിഷയങ്ങളെ കുറിച്ചോ ചർച്ച ചെയ്യുന്നത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രഭാഷ ക്യാ ഹെ, രാജ്ഭാഷ ക്യാ ഹെ, राजभाषा की जरूरत क्या है, महात्मा गांधी ने किस भाषा को भारत की राजभाषा या राष्ट्रभाषा माना, हिंदी कैसे भारत की राजभाषा बनी, क्या भारतीय संविधान में राजभाषा पर जिक्र हुआ है, हिंदी हमारी राजभाषा है या राष्ट्रभाषा, विशेष समिति का गठन एवं निर्णय, मुंशी अय्यंगार फॉर्मूला, जिन सदस्यों ने संवाद में भाग लिया उनके नाम, विचार एवं തർക്ക് ക്യാ ക്യാ ഹെ. അതായത് രാഷ്ട്രഭാഷ എന്താണ്, രാജ്ഭാഷ എന്താണ്, എന്തുകൊണ്ടാണ് ഔദ്യോഗിക ഭാഷ നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആവശ്യമായി വരുന്നത്, ഏത് ഭാഷയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ട് കണക്കാക്കിയത്, എങ്ങനെയാണ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി മാറിയത്, ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രഭാഷയെ കുറിച്ച് പറയുന്നുണ്ടോ, ഹിന്ദി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ അതോ രാഷ്ട്രഭാഷയാണോ, പ്രത്യേക സമിതിയുടെ രൂപീകരണങ്ങൾ, തീരുമാനങ്ങൾ, മുൻഷി അയ്യങ്കാർ ഫോർമുല, അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ ആരൊക്കെയാണ്, അവരുടെ പേരുകൾ, ആശയങ്ങൾ, അവരുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ സീരീസ് കാണണം, എന്നാലേ ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് സംവിധാൻ എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയാണ്. ആദ്യം തന്നെ സംഘ് കി രാജ്ഭാഷ എന്ന ചാപ്റ്റർ, അതായത് യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക്, നമ്മൾ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു മിനി സീരീസിലെ വീഡിയോയുടെ ലിങ്കും കൂടി നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്തു. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.